ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഫിലോക്കാലിയ മിനിസ്ട്രിയിലുള്ള സ്റ്റാഫ് കൂടുതലും മുസ്ലിംസ് ആണ്. ഇപ്പൊ മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതിനൊത്തിരി വിമർശനങ്ങൾ ഞാൻ ഏറ്റു, പരിഹാസം ഏറ്റു, ചീത്തവിളി കേട്ടു. ഒരു ഫിലിം സീരിയലിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്തഫ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മുസ്തഫയായിരുന്നു ഞങ്ങളുടെ കൂടെ 3-4 വർഷം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ അടുത്തായിട്ട് പറയുന്നു, കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ ജിഹാദി കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്ററാണ്. പിന്നീട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മിസ്റ്റർ സജീറാണ്. അവൻ കേരളത്തിൽ ജിഹാദികളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹിൻഡ്രൻസ് ആകാൻ സാധ്യതയുള്ള കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും ലിസ്റ്റ് തയ്യാറാക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത് അജ്മൽ എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ അങ്ങനെ കുറെ 2-3 വ്യക്തികൾ, ഈ കൂടുതൽ ഞങ്ങളുടെ സ്റ്റാഫ് മുസ്ലിംസ് ആണ്. ആ ലിസ്റ്റ് അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് കാസയിൽ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ സുഹൃത്തെ? അതുകൊണ്ട് കാസയിൽ മെമ്പർഷിപ്പ് എടുത്താൽ, കാസയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വാഹ അല്ലെങ്കിൽ കട്ടപ്പോക. ഞങ്ങൾ താമസിച്ചുള്ള ഫിലോക്കാലിയയിൽ 4 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവർക്ക് കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്, ഫീഡ്ബാക്ക് ഫോം. നിങ്ങൾ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഒരു നിലപാടുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കാസയും ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. അത് ആ ഫീഡ്ബാക്ക് ഫോം ആയിരക്കണക്കിനായിട്ടുള്ളത് കെട്ടുകണക്കിന് ഞാൻ ഇപ്പോഴും എന്റെ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് അവര് മുജാഹിദീനുകൾക്ക് എത്തിച്ചു കൊടുക്കും. ഫൊറോന പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട്. ചോദിച്ചാൽ പറഞ്ഞു തരും. നവീകരണ പ്രസ്ഥാനമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന ഒരു കുടുംബമായിരുന്നു. കുടുംബം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ കാറ്റഗിസം പഠിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ് വരെ KCSL, യുവതിത്തി, മറ്റെല്ലാ സംഘടനകളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, വിവാഹം കഴിച്ച് ഞാൻ ഈ സൂപ്പർ മാരിയനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയത്. അതായത് മതജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത്, സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയത്. ഞാൻ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നു. രാവിലെ പള്ളി പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, വരുന്നു. ഓക്കെ, മതജീവിതം ഒരു ചടങ്ങ്. പക്ഷെ എന്താണ് ആത്മീയം, അതായത് ആത്മീകം, സ്പിരിച്വൽ ലൈഫ് എന്ന് മനസ്സിലാക്കിയത് ഈ നിങ്ങൾ പറയുന്ന ഈ ട്രോജൻ കുതിര, അതായത് ഈ സൂപ്പർ മാരിയനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. ഒരു പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ മന്ദബുദ്ധിയാണ്, ബുദ്ധിയില്ലാത്തവളാണ്. ആയിരിക്കാം, ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതേപോലെ സാക്ഷ്യപ്പെടുത്തിയ ആയിരക്കണക്കിന് പേര് ഞങ്ങളുടെ ഫിലോക്കാലി കൂടിയവരുണ്ട്. അതായത് ഞങ്ങൾ താമസിച്ചുള്ള ഫിലോക്കാലിയയിൽ 4 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവർക്ക് കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്, ഫീഡ്ബാക്ക് ഫോം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ പറയും, സജഷൻസ് ഒക്കെ. കാരണം എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരുത്തണമല്ലോ. അപ്പോൾ അവരെല്ലാവരും സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതും. ഒപ്പം അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്തെങ്കിലുമൊക്കെ എഴുതും. അപ്പോൾ അവർ ഒട്ടുമിക്ക ഒരു 90% പേരും എഴുതിയത് എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പഠിച്ചത് ഞാൻ ബ്രദർ മാരിയോയുടെ ക്ലാസ്സിലൂടെയാണ്. പിന്നെ സ്വർഗസ്വനായ പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ബ്രദർ മാരിയോയുടെ ക്ലാസ്സിലൂടെയാണ്. അപ്പോൾ ഞാൻ ഇത്ര നാളും ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ കിട്ടാതെ പോയ ഇത്രയും നല്ല കാറ്റഗിസത്തിലൂടെ 12 വർഷം പഠിച്ച കാറ്റഗിസത്തിലൂടെ കിട്ടാതെ പോയ കാര്യങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ ഫീഡ്ബാക്ക് ഫോം ആയിരക്കണക്കിനായിട്ടുള്ളത് കെട്ടുകണക്കിന് ഞാൻ ഇപ്പോഴും എന്റെ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഈ ആറെണ്ണം ചെയ്തത് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. കാരണം അദ്ദേഹം ഈ മാരിയോയുടെ ചരിത്രമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മാരിയോയുടെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കടന്നുവരവ് സംശയാസ്പദമാണ്. കാരണം മാരിയോ വന്നിട്ടും മുസ്ലിങ്ങൾ അങ്ങനെ എതിർത്തൊന്നുമില്ല. ഇതൊക്കെ 2025 ഇദ്ദേഹം പറയുന്നത്. 2023 ഇത് കാസ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാരിയോയുടെ വരവിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ മുഴുവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇവൻ പുതിയ പയ്യനാ, ഇവനൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. അടുത്ത കാലത്തെങ്ങാണ്ട് വരുമാനം കിട്ടാൻ യൂട്യൂബിൽ ചാനൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു നരന്ത് ചെറുക്കൻ RNN. നീ ആദ്യം പോയി ചരിത്രം പഠിക്കും. നീ കെവിൻ പീറ്ററോടല്ല ചോദിക്കേണ്ടത്. ഇവൻ കെവിൻ പീറ്ററോട് ചോദിച്ചെന്ന് പറഞ്ഞു. കെവിൻ പീറ്ററാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ജിഹാദി. ഞാൻ ഈ ആരോപണം പണ്ട് മാരിയോ ട്രോജൻ കുതിരയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഈ പൊതു ഇടങ്ങളിൽ ട്രോജൻ കുതിര എന്നുള്ള പദമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നീട് എല്ലാവരും അങ്ങ് ട്രോജൻ കുതിര എന്നുള്ള പദം പലർക്കും എതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതിനൊത്തിരി വിമർശനങ്ങൾ ഞാൻ ഏറ്റു, പരിഹാസം ഏറ്റു, ചീത്തവിളി കേട്ടു. ഇപ്പൊ ഞാൻ അടുത്തായിട്ട് പറയുന്നു, കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ ജിഹാദി കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്ററാണ്. കാസായി നടത്തുന്ന കെവിൻ പീറ്ററാണ് നമ്പർ 1 ജിഹാദി. അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് പറയും. കെവിൻ പീറ്റർ നടത്തുന്നത് ഇസ്ലാമിക ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരെന്ന് പറഞ്ഞ് കാസ സംഘടിപ്പിക്കുന്നത് ഇസ്ലാമിനെതിരായി യഥാർത്ഥത്തിൽ ഈ
ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരായിട്ട് 100% നട്ടല് നിവർത്തി ഇസ്ലാമിക ഇൻവേഷനെതിരായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ക്രൈസ്തവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് വലിയ പാടാണ്. ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതാരൊക്കെ ആയിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഈ ജിഹാദികൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ക്രിസ്ത്യാനികൾ, അങ്ങനെയുള്ളവരെ വകവരുത്തണം, ബാക്കിയുള്ളവരെ മെരുക്കിയെടുക്കാം. അപ്പോൾ വകവരുത്തേണ്ടവരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് കാസയിലൂടെ, കെവിൻ പീറ്ററിലൂടെ ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഒരു നിലപാടുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കാസയും ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവര് മുജാഹിദീനുകൾക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് കെവിൻ പീറ്റർ ഈസ് എ ഡബിൾ ഏജന്റ്. ആക്ച്വലി അദ്ദേഹം ജിഹാദി പണം പറ്റുന്ന ഒരു ജിഹാദി ഏജന്റാണ്. അതിനാണ് ഈ കാസ എന്ന് പറയുന്ന സംഘടന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാരിയോ ഒരു മുസ്ലിം തന്നെയാണെന്നും അദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണെന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല, എന്ന് തന്നെ ചീത്ത വിളിച്ചു. ഇപ്പൊ അത് ശരിയാണെന്ന് വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് കെവിൻ പീറ്റർ ഒരു ഇസ്ലാമിക് ചാരനാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ വിശേഷിച്ച് കത്തോലിക്കരുടെ ഇടയിൽ ഇസ്ലാമിക് ഇൻവേഷനെതിരെ നിലപാടെടുക്കുവാൻ ഭാവിയിൽ കേരളത്തിലെ അവർ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ പോകുമ്പോൾ ചെറുവിരലെങ്കിലും അതിനെതിരെ അനക്കാൻ സാധ്യതയുള്ള അവസാനത്തെ ആളുടെയും ലിസ്റ്റ് തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് കെവിൻ പീറ്റർ. അദ്ദേഹം സ്വന്തം മകളെ ഇസ്ലാമിലേക്കാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളൊക്കെ മുസ്ലിമുകളാണ്. അദ്ദേഹം മുസ്ലിം കുട്ടികളുടെ ഉപ്പുപ്പായാണ്. അദ്ദേഹമാണ് ക്രിസ്ത്യാനികളെ സംഘടിപ്പിച്ച് വലിയ പടപ്പുറപ്പാട് നടത്തുന്നത്. ഈ കാസയ്ക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ പഴയ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മരുമകനെ തിരിച്ചു കൊണ്ടുവരട്ടെ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് വരെയാണ് എന്തെങ്കിലും ഒരു മെറിറ്റ് അതിനുണ്ടെന്ന് നോക്കാം. പക്ഷെ കാസയുടെ കെവിൻ അവൻ ഒന്നാന്തരം ഒരു ജിഹാദിയാണ്. അവൻ കേരളത്തിൽ ജിഹാദികളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹിൻഡ്രൻസ് ആകാൻ സാധ്യതയുള്ള കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും ലിസ്റ്റ് തയ്യാറാക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ ലിസ്റ്റ് അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് കാസയിൽ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് കാസയിൽ മെമ്പർഷിപ്പ് എടുത്താൽ, കാസയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വാഹ അല്ലെങ്കിൽ കട്ടപ്പോക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.